ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മദർ തെരേസ അൽബേനിയയിൽ ഉദിച്ച നക്ഷത്രം, യൂഗോസ്ലാവാക്യയിൽ നിന്നും കൽക്കത്തയിലെത്തി പാവങ്ങൾക്കായി ജീവിച്ച അഗതികളുടെ അപ്പോസ്തല, ദൈവത്തിൻ്റെ കാരുണ്യം ലോകം മുഴുവനും എത്തിച്ച വിശുദ്ധ. അങ്ങനെ വിശേഷണങ്ങൾ പലതാണ് വിശുദ്ധ മദർ തെരേസയ്ക്ക്. യൂഗോസ്ലാവാക്യയിലെ സ്കെപ്ചെ പട്ടണത്തിൽ നിക്കോളാസിൻ്റെയും ഡോണാഫിൽ ബെർണായുടെയും 3 മക്കളിൽ ഇളയവളായി 1910 ഓഗസ്റ്റ് 26 മദർ തെരേസ ജനിച്ചു. പൂമൊട്ട് എന്നർത്ഥമുള്ള ഹോംസ് എന്നാണ് എല്ലാവരും അവളെ വിളിച്ചിരുന്നത്. ജ്ഞാനസ്ഥാനത്തിലൂടെ ലഭിച്ച പേരായിരുന്നു ആഗ്നസ്. ആഗ്നസിന് 8 വയസ്സായിരിക്കെ അവളുടെ അപ്പൻ മരിച്ചു. പിന്നീട് അമ്മയാണ് തൻ്റെ 3 മക്കളെയും ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും വളർത്തിക്കൊണ്ടുവന്നത്. ആഗ്നസിൻ്റെ കുഞ്ഞുനാളിൽ തൻ്റെ വീടുപടിക്കൽ എത്തുന്നവരിൽ ഒരുവരെ പോലും അവർ വെറും കൈയോടെ പറഞ്ഞയച്ചിരുന്നതായി കണ്ടിട്ടില്ല. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആദ്യ പാഠങ്ങൾ ആഗ്നസ് പഠിച്ചത് തൻ്റെ അമ്മയിൽ നിന്നായിരുന്നു. ഒരിക്കൽ ആ അമ്മ തൻ്റെ 3 മക്കളോടുമായി ഇങ്ങനെ പറഞ്ഞു: പാവങ്ങൾ, അവരുമായി നമുക്ക് രക്തബന്ധമില്ല, അവർ നമ്മുടെ ബന്ധുക്കളുമല്ല, എന്നാൽ തീർച്ചയായും അവരും ദൈവപിതാവിൻ്റെ മക്കളും നമ്മുടെ സഹോദരങ്ങളുമാണ്. മറക്കരുത്. ഈ ഉപദേശമാണ് മദർ തെരേസയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നത്. മാനവസേവ ഈശ്വര സേവയാണെന്ന തിരിച്ചറിവ് മദറിനെ ചേരിയിലെ പാവങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ 19-ാം വയസ്സിൽ ഭാരതത്തിൽ എത്തിച്ചേർന്നു. താൻ സുഖമായി ഉറങ്ങുമ്പോൾ ക്രിസ്തു തെരുവിൽ ഭക്ഷണമില്ലാതെയും പാർപ്പിടമില്ലാതെയും വസ്ത്രമില്ലാതെയും അലയുന്നു. ഈ ചിന്ത ആ അമ്മയെ വളരെയധികം വേദനിപ്പിച്ചു. തുടർന്ന് വലിയ തീരുമാനത്തിലേക്ക് മദർ എത്തിച്ചേർന്നു. സന്യാസത്തിൻ്റെ 4 ചുവരുകൾക്കപ്പുറം ലോകത്തിൻ്റെ വിശാലതയിലേക്ക്, പാവങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ആ അമ്മ തീരുമാനിച്ചു. തൻ്റെ ആത്മീയ ഗുരുവിൽ നിന്ന് വെഞ്ചരിച്ചു വാങ്ങിയ നീലക്കര കോട്ടൺ സാരിയും ക്രൂശിത രൂപവും 5 രൂപയുമായി അവൾ കൽക്കത്തയിലെ തെരുവിലേക്കിറങ്ങി. അനാഥർക്കിടയിലെ മാലാഖിയായി. സുഖപ്പെടുത്തുന്നതിന് സേവനകരങ്ങളും സ്നേഹഹൃദയവുമാണ് ആവശ്യം എന്ന തിരിച്ചറിവ് മദറിനെ കൂടുതൽ കർമ്മനിരതയാക്കി. ജീവിക്കുന്ന വിശുദ്ധ എന്ന് മദർ അറിയപ്പെട്ടു. എളിമയുടെയും ലാളിത്യത്തിൻ്റെയും കരുണയുടെയും ആൾരൂപം, എപ്പോഴും പ്രസന്നമായ മുഖം, തിളക്കമുള്ള കണ്ണുകൾ, പരുക്കൻ ചെരുപ്പുകളും പിഞ്ഞുകീറി തുന്നിയതെങ്കിലും വൃത്തിയുള്ള വസ്ത്രം. വിശുദ്ധ കുർബാനയും ജപമാലയുമായിരുന്നു പ്രവർത്തന ഊർജം. ആത്മാർത്ഥമായ സേവനത്തിന് പല അംഗീകാരങ്ങളും ബഹുമതികളും മദറിനെ തേടിയെത്തി. 1962 പത്മശ്രീയും 1980 ഭാരതരത്നവും നൽകി ഭാരത സർക്കാർ മദറിനെ ആദരിച്ചപ്പോൾ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകിയാണ് ലോകം അമ്മയെ എതിരേറ്റത്. 1997 സെപ്റ്റംബർ 5 തൻ്റെ 87-ാം വയസ്സിൽ അമ്മ ഈ ലോകത്തോട് വിടവാങ്ങി. മരണശേഷവും പല ബഹുമതികളും ആദരങ്ങളും അമ്മയെ തേടിയെത്തി. വാഴ്ത്തപ്പെട്ടവളെന്നും വിശുദ്ധയെന്നുമുള്ള ആദരണീയ നാമങ്ങൾ അമ്മയ്ക്ക് അർഹമായി തീർന്നു. 2016 സെപ്റ്റംബർ 4 ഫ്രാൻസിസ് പാപ്പ മദറിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. നിശബ്ദതയുടെ ഫലം പ്രാർത്ഥന, പ്രാർത്ഥനയുടെ ഫലം വിശ്വാസം, വിശ്വാസത്തിൻ്റെ ഫലം സ്നേഹം, സ്നേഹത്തിൻ്റെ ഫലം സേവനം, സേവനത്തിൻ്റെ ഫലം സമാധാനം. ലോകത്തിലെ പാവങ്ങൾക്കായി എല്ലാം തിരിച്ച് കടന്നുപോയവളെ ലോകം മുഴുവൻ വണങ്ങുന്നവളാക്കി ദൈവമുയർത്തി. വിശുദ്ധ മദർ തെരേസയെ പോലെ നമുക്കും ദൈവസ്നേഹത്തിന് അർഹരായി എളിമയോടുകൂടി ജീവിക്കാം. ആമേൻ.